Front projector, back LED tail lamp, full painting. Hi guys, welcome back to Car Garage. Car Garage is the red Innova full light complete. Limited edition color color. Door and filler and black back dicky chrome glass and area black paint coat clear coat finish wild fire red they complete painting complete clear coat complete setting full video. Dark color dark color black finishing our customer grill back chrome bonnet chrome handle piano black front bumper back bumper sales cut front grill bonnet chrome പിന്നെ ബാക്കിൽ ഡിക്കിയുടെ ക്രോം പിന്നെ ഹാൻഡിലുകൾ ഈ ഒരു മൂന്ന് സാധനങ്ങൾ പിയാനോ ബ്ലാക്ക് അടിക്കുന്നുണ്ട് സ്പോയിലറും പിയാനോ ബ്ലാക്ക് അടിക്കുന്നുണ്ട് നമ്മൾ ഈ അടിക്കുന്ന ഈ ഒരു രീതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് ഇതിന് പ്ലാസ്റ്റിക് പ്രൈമർ അപ്ലൈ ചെയ്തു അതിനുശേഷം 1K പ്രൈമർ അപ്ലൈ ചെയ്തു അതിനുശേഷമാണ് നമ്മളിതിപ്പോൾ ഉറച്ച് ക്ലിയർ ചെയ്തതിന് ശേഷം പെയിൻറ്റ് അപ്ലൈ ചെയ്യണത് കേട്ടോ എന്നാലാണ് നമ്മൾ ആ ഒരു പ്ലാസ്റ്റിക് പാർട്സുകളുമൊക്കെ പെയിൻറ്റ് ശരിക്കും പിടിച്ചിരിക്കുകയുള്ളൂ അല്ലെങ്കിൽ അത് റിമൂവ് ആകാനുള്ള ചാൻസസ് ഒക്കെ കൂടുതലാണ് അപ്പോൾ അത് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ റെഡ് കളർ ഇന്നോവ ഇവിടെ ഫുൾ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ 2009 മോഡൽ ഗ്രേ കളർ ഇന്നോവ ആയിരുന്നു അപ്പോൾ ആ വണ്ടിയാണ് നമ്മുടെ Type 4 കൺവേർട്ട് ചെയ്ത് ഫുൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ചെയ്തിരിക്കുന്ന കാര്യം ജസ്റ്റ് നിങ്ങളെ കാണിച്ചു തരാം നമ്മളിതിൽ ഫ്രണ്ട് പ്രൊജക്ടർ ബാക്ക് LED tail lamp ഫുൾ പെയിൻറ്റിങ് ചെയ്ത് Type 4 കൺവേർട്ട് ചെയ്തു ഫ്രണ്ടിലെ ഗ്രില്ല് നമ്മൾ പിയാനോ ബ്ലാക്ക് അടിച്ചു കസ്റ്റമർ പറഞ്ഞതനുസരിച്ച് ബമ്പറിൻ്റെ താഴ്വശം പിയാനോ ബ്ലാക്ക് കൊടുത്തു പിന്നെ നമ്മളിപ്പോൾ നമ്മളെ ഓൾറെഡി ഉണ്ടായിരുന്നതാണ് ഒരു മിറർ ആഡ് ചെയ്തിട്ടുണ്ട് ഇവിടെ അതേപോലെ തന്നെ സിഗ്നൽ ലൈറ്റ് ടൈപ്പ് മിറർ ആഡ് ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മളൊരു ക്രിസ്റ്റ ബീഡിങ് നമ്മൾ ഇന്നോവയ്ക്ക് Type 4 പറഞ്ഞ ബീഡിങ് അല്ല ക്രിസ്റ്റയുടെ ബീഡിങ് ആഡ് ചെയ്തിട്ടുണ്ട് ഹാൻഡിൽ പിയാനോ ബ്ലാക്ക് അടിച്ചിട്ടുണ്ട് ഫില്ലറുകൾ പിയാനോ ബ്ലാക്ക് അടിച്ചിട്ടുണ്ട് ബാക്കിൽ ബമ്പർ സ്കർട്ട് ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ ബമ്പർ സ്കർട്ട് ആഡ് ചെയ്തു അതേപോലെ തന്നെ ബമ്പർ റിഫ്ലക്ടർ ആഡ് ചെയ്തു ഒരു യൂക്രോം ആഡ് ചെയ്തു അത് പിയാനോ ബ്ലാക്ക് അടിച്ചു നമ്മൾ ആ ഒരു ഗ്ലാസും പാനലും തമ്മിലുള്ള ഗ്യാപ്പിൽ പിയാനോ ബ്ലാക്ക് ഫിനിഷിങ് കൊടുത്തു അങ്ങനെ വണ്ടിയുടെ വർക്ക് ഫുൾ കംപ്ലീറ്റ് ചെയ്ത് സ്പോയിലർ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ വണ്ടി നിങ്ങൾ കണ്ടിരിക്കും നല്ലൊരു വണ്ടിയായിരുന്നു കേട്ടോ ഒരു ഗ്രേ കളർ വണ്ടിയായിരുന്നു ഏകദേശം ഒരു 4500 അടുത്ത് പാച്ച് വർക്കൊക്കെ ഉണ്ടായിരുന്നു എന്നാൽ പോലും വണ്ടിയുടെ കണ്ടീഷൻ റെസ്റ്റിൻ്റെ ഇഷ്യൂസ് കാര്യങ്ങളൊന്നും ഇല്ലാത്ത നല്ലൊരു വണ്ടിയായിരുന്നു പത്തനംതിട്ട ഒരു സന്തോഷ് എന്ന് പറഞ്ഞ ചേട്ടൻ്റെ ഒരു വണ്ടിയായിരുന്നു കേട്ടോ അപ്പോൾ ആള് ക്രിസ്റ്റയ്ക്ക് പറഞ്ഞ വൈൽഡ് ഫയർ റെഡ് എന്നുള്ള കളറ് പറഞ്ഞു പിന്നെ അതിൻ്റെ ഒരു പിയാനോ ഫിനിഷിങ് എന്നുള്ള ലുക്കിൽ ആൾ മുന്നേ പറഞ്ഞിരുന്നു അപ്പോൾ അതനുസരിച്ച് നമ്മുടെ വണ്ടി ഫുൾ തന്നെ കംപ്ലീറ്റ് ചെയ്തു ബാക്കിൽ ബമ്പർ സ്കേർട്ട് കസ്റ്റമർ പറഞ്ഞ പ്രകാരം നമ്മൾ സെറ്റ് ചെയ്തു കാരണം ബമ്പർ സ്കേർട്ട് ഇപ്പോൾ സെറ്റ് ചെയ്യുമ്പോൾ ഫൈബറാണ് വരുന്നത് അപ്പോൾ അതിന് ഇപ്പോൾ സ്ക്രൂ ഒക്കെ അടിച്ച് സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ കംപ്ലൈൻറ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പോൾ നമ്മളത് സ്ക്രൂ അടിച്ചല്ല സെറ്റ് ചെയ്തത് 10ൻ്റെ നെറ്റ് ബോൾട്ട് ഇട്ടിട്ട് ആ റിഫ്ലക്റ്റ് വരുന്ന ഭാഗത്ത് വെച്ച് ടൈറ്റ് ചെയ്ത് ക്ലിയർ ചെയ്തെടുക്കുകയാണ് ചെയ്തത്
അപ്പോൾ വലിയ പ്രശ്നം ഉണ്ടാവില്ല. നമുക്കിപ്പോൾ ഒരു ബൈക്ക് തട്ടിയാൽ അല്ലെങ്കിൽ ചെറിയ ക്രാക്കും കാര്യങ്ങളൊക്കെ വന്നാൽ അത് ഊരിയിട്ട് നമുക്ക് നോർമൽ ബമ്പർ യൂസ് ചെയ്യാൻ പറ്റും. മറ്റേന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2-3 വണ്ടികൾ ഈ ഒരു സ്കർട്ട് ഫിറ്റ് ചെയ്തിട്ട് സ്ക്രൂ അടിച്ച് ഫിറ്റ് ചെയ്ത ഭാഗങ്ങളിൽ ക്രാക്ക് വന്നിട്ട് നമ്മളിവിടെ റീപ്ലേസ് ചെയ്ത് പോവുകയുണ്ടായി. അതുകൊണ്ട് തന്നെ കസ്റ്റമറോട് അധികം നമ്മൾ ഈ ഒരു ബമ്പർ സ്കർട്ടിൻ്റെ കേസ് പ്രിഫർ ചെയ്യാറില്ല. എന്നാലും കസ്റ്റമർ നിർബന്ധപ്രകാരം ബമ്പർ സ്കർട്ടും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തു. പിന്നെ ഈ വണ്ടി ഏകദേശം ഒരു 2 മന്ത് ടൈം വേണ്ട വന്നു. കാരണം ആ സമയത്ത് നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആൾക്ക് മനസ്സിലായി. അപ്പോൾ അതനുസരിച്ച് ആളും കസ്റ്റമർ സഹകരിച്ചു. അങ്ങനെ നമ്മൾ ഫുൾ വർക്ക് ഇന്ന് കംപ്ലീറ്റ് ചെയ്തു. ഓക്കെ, അപ്പോൾ 2009 മോഡൽ വണ്ടിയായിരുന്നു. അതിൻ്റെ സീറ്റ് വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഞാൻ വീഡിയോയിൽ അത് പറയാനായിട്ട് വിട്ടുപോയി. അതേപോലെ തന്നെ നമ്മൾ കഴിഞ്ഞ വീഡിയോ ഇട്ട് ബ്ലാക്ക് കളർ ഇന്നോവ, അത് നല്ല വ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു. കസ്റ്റമർക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കസ്റ്റമറുടെ അഭിപ്രായം കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു വണ്ടിക്ക് എടുക്കാൻ സാധിച്ചില്ല. അത് ആ ഒരു ഡെലിവറി ടൈമിലായിരുന്നു അതിൻ്റെ വാറ്റ് സപ്ലൈ കാര്യങ്ങളൊക്കെ. അപ്പോൾ അത് തന്നെ അങ്ങനെ വിട്ടുപോയി. പിന്നെ നമുക്ക് ഇതേപോലുള്ള വർക്കും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ CarJJ കോൺടാക്ട് ചെയ്യാം. CarJJൻ്റെ കോൾ സെൻറ്റർ നമ്പർ ഉണ്ട്, ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. അഥവാ എന്നെ വിളിച്ചാൽ കിട്ടിയില്ലെങ്കിൽ നിങ്ങൾക്ക് ആ നമ്പർ വെച്ചിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ വാട്സാപ്പിലായാലും കോൺടാക്ട് ചെയ്യാം. ഓക്കെ, പിന്നെ നമ്മൾക്ക് ഇങ്ങനെയുള്ള വണ്ടികൾ നമ്മൾക്ക് വരുമ്പോൾ റെസ്റ്റിൻ്റെ ഇഷ്യൂ, ഇപ്പോൾ പാച്ച് വർക്കൊക്കെ ഉള്ള വാഹനങ്ങളാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമ്മൾക്ക് എന്തായാലും ടൈമും കാര്യങ്ങളും എടുക്കും. പാച്ച് വർക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏതൊരു വർക്ക്ഷോപ്പ് ആയാലും നമ്മൾക്ക് ഒരു എൻ്റെ ഗാരേജിൽ തന്നെ 12 പെയിൻറ്റർമാരുണ്ട്. പക്ഷേ പാച്ച് വർക്കറാകെ 3 ആളുള്ളൂ. അപ്പോൾ പാച്ച് വർക്കറുടെ എണ്ണം എന്തായാലും കുറവായിരിക്കും. അപ്പോൾ നമുക്ക് ഒരുപാട് വണ്ടികൾ പാച്ച് വർക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമ്മൾക്ക് അങ്ങനെയുള്ള വാഹനങ്ങളിൽ ഡിലേ വരും. പക്ഷേ ഈ വാഹനം പാച്ച് വർക്കിൻ്റെ ഇഷ്യൂ കാരണം ഡിലേ വന്നതല്ല. എന്നാലും അങ്ങനെയുള്ള വാഹനങ്ങൾ ഉണ്ടായ കാരണമാണ് ഈ വാഹനം 2 മാസത്തിൻ്റെ അടുത്ത് ടൈം നമ്മൾക്ക് വന്നത് കേട്ടോ. അപ്പോൾ അത് ജസ്റ്റ് ഞാൻ സൂചിപ്പിക്കുകയാണ്. പാച്ച് വർക്കുള്ള വാഹനങ്ങൾ ഓട്ടോമാറ്റിക്കലി എന്തായാലും നമുക്ക് നല്ല ടൈമും കാര്യങ്ങളും വരും. അപ്പോൾ എൻ്റെ ഈ ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്ത് ചാനൽ സപ്പോർട്ട് ചെയ്യുക. തുടർന്നും നല്ല നല്ല വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇനിയും വരുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ബൈ.